ഫോട്ടോഷോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഫോട്ടോഷോപ്പ് കളർ ഗ്രേഡിങ്ങിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ പോയി നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് കാണുക. ഫോട്ടോഷോപ്പിലെ ക്യാമറ റോ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇമേജുകൾ എങ്ങനെ നമ്മൾക്ക് കളർ ഗ്രേഡ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസിൽ പ്ലേലിസ്റ്റുകളുണ്ട്, അതുപ്രകാരം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുന്നു. കീബോർഡിൽ Ctrl+J അമർത്തിക്കൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മുകളിൽ ഫിൽറ്റർ മെനുവിൽ പോകുന്നു. അവിടെ ക്യാമറ റോ ഫിൽറ്റർ സെലക്ട് ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ കാണുക. ഇവിടെ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ഓപ്ഷനാണ് ബേസിക്. അതിൽ നമ്മൾ ഓട്ടോ കൊടുക്കുക. അതിനുശേഷം ഈ നാലാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, HSL ഗ്രേ സ്കെയിൽ. അപ്പോൾ നമ്മളിവിടെ HSL ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. HSL എന്ന ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ്. ഹ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇമേജിൻ്റെ കളേഴ്സിനെയാണ്. അതേപോലെ സാച്ചുറേഷൻ ആ കളറിൻ്റെ അവിടെയുള്ള കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി. അപ്പോൾ ലൂമിനൻസ് ആ ഓരോ കളേഴ്സിൻ്റെയും ബ്രൈറ്റ്നെസ്സിനെയും. അപ്പോൾ ഞാനിവിടെ ഹ്യൂ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഗ്രീൻ കളേഴ്സ് എല്ലാം കൂട്ടി കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, അക്വ ഈ ഓപ്ഷൻസൊക്കെ നിങ്ങളുടെ ഫോട്ടോയ്ക്കനുസരിച്ച്, അതായത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എങ്ങനെ വേണേലും ചേഞ്ച് ചെയ്യാവുന്നത് ആണ്. ഇവിടെ കുറച്ച് റെഡ് കൂട്ടി കൊടുക്കാം. ഈ മണ്ണിൻ്റെ കളറ് അതൊരു ഓറഞ്ചിലോട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം സാച്ചുറേഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ആദ്യം നമ്മൾ സാച്ചുറേഷനിലും ഗ്രീൻ തന്നെ കൂട്ടി കൊടുക്കുന്നു. അതായത് ഈ ഇമേജിൽ മൊത്തത്തിൽ നമ്മൾക്കൊരു ഗ്രീൻ ആയിട്ടുള്ള ഇമേജാണ്. അതുപോലെ കുറച്ച് യെല്ലോ, അതിനുശേഷം ലൂമിനൻസ്. ലൂമിനൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇമേജിൻ്റെ ബ്രൈറ്റ്നെസ്സിനെയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇതാണ് ബിഫോർ ഫോട്ടോ. ഇത് നമ്മൾ കളർ ഗ്രേഡ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇനിയും ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ Ctrl+J അമർത്തി ഒരു ലെയർ കൂടി ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം തൊട്ട് മുകളിൽ ബ്ലെൻഡിങ് മോഡ് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു വേറെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, അത് ലിങ്ക് താഴെ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. ഇവിടെ ഞാനിവിടെ ഓവർലേ കൊടുക്കുന്നു. അപ്പോൾ ഒരുപാട് വ്യത്യാസം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഫില്ലും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ ലെയർ ബ്ലെൻഡിങ് മോഡിൽ ഓവർലേ ഉപയോഗിച്ച് ഒന്നുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഷാഡോസിലെല്ലാം കുറച്ചുകൂടി വ്യത്യാസങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫോട്ടോ.
ഇത് ഫൈനലായിട്ടുള്ള ഫോട്ടോ. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ് കൊടുക്കുക. അതിനുശേഷം ഫയൽ നെയിം കൊടുത്ത് ഇവിടെ JPG സെലക്ട് ചെയ്ത് സേവ് ചെയ്യാവുന്നത് ആണ്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ ക്യാമറ റോ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കളർ ഗ്രേഡിംഗ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒരു 3-4 പ്രാവശ്യം ഇത് പല ഇമേജസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ കൂടി ചെയ്യുക.